നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഈ തീ ഇപ്പോഴും ഉള്ളിൽ പടരുകയാണ് എന്നുള്ളതാണ്. കാരണം പുറത്തേക്ക് തീ വരുന്നത് പൂർണ്ണമായിട്ടും ഇപ്പോൾ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതേ സമയത്ത് ഈ കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് മധ്യഭാഗത്ത് ഇപ്പോഴും തീപിടുത്തം അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാമെന്ന് വിചാരിക്കുന്നു. കാരണം മധ്യഭാഗത്ത് ഇപ്പോഴും തീ പടരുന്ന ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് കാണാം. നിലവിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ആറിലധികം ഫയർ യൂണിറ്റുകളുണ്ട്. അവർ വലിയ രീതിയിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള. പക്ഷേ നിലവിൽ ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം കെട്ടിടത്തിന്റെ ഇരുഭാഗങ്ങളിലും അതായത് വലതും ഇടതും ഭാഗങ്ങളിൽ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് മധ്യഭാഗത്ത് ഇതുവരെ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രതിസന്ധി. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. കാരണം നേരത്തെ വലിയ രീതിയിൽ തീ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തേക്ക് എടുക്കുകയും ഫയർ ഉദ്യോഗസ്ഥർക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ JCBയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും ക്രെയിനും ഉപയോഗിച്ച് ആ പ്രതിസന്ധി എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറികടന്നിട്ടുണ്ട് എന്നുള്ളതും ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ദൗത്യം തുടങ്ങി 5-ാം മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ഈ തീപിടുത്തത്തിൽ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സേനാ അംഗങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ 2-ാം ഘട്ടത്തിലേക്ക് കടന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിനകത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്കൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. കാരണം കെട്ടിടത്തിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയ രീതിയിൽ ഈ തീ ആളിപ്പടരുകയോ അല്ലെങ്കിൽ ഇത്രയും മണിക്കൂർ ഈ ദൗത്യത്തിന് വേണ്ടി വരികയോ ചെയ്യില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ കണ്ടതാണ്, നമ്മുടെ നേർ മുമ്പിൽ നമ്മൾ കാണുന്നതാണ്. ഉദ്യോഗസ്ഥർ പല ഘട്ടങ്ങളിൽ ഇതിനകത്തേക്ക് കയറാനുള്ള ശ്രമം അവർ നടത്തി. ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കെട്ടിടത്തിനകത്തേക്ക് കയറാനുള്ള റഹ്മാൻ രാഹുൽ സുരേഷ് ഇപ്പോഴൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇടത് ഭാഗത്തു കൂടി അകത്തേക്ക് കയറാൻ ഫയർഫോഴ്സ് ശ്രമം തുടങ്ങി എന്നാണ്. രാഹുൽ സുരേഷിന് കേൾക്കാൻ കഴിയുമോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? രാഹുൽ, ഗോപികൃഷ്ണൻ യഥാർത്ഥത്തിൽ 5-ാം മണിക്കൂറിലേക്ക് കടക്കുന്ന നിമിഷം ഇത്രയധികം ദൈർഘ്യത്തിൽ നീണ്ടുപോയ തീ പടർന്ന് തന്നെ തുടരുകയാണ്. ചില സ്ഥലങ്ങളിൽ ആശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിൽ ഈ തീ അണയ്ക്കാൻ കഴിയുന്നില്ല. കെട്ടിടങ്ങൾ കത്തി അമർന്നു കഴിഞ്ഞു. മെഡിക്കൽ ഷോപ്പിൻ്റെ ഉള്ളിൽ തീ കെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ സമീപകാലത്തൊന്നും ഇത്ര ശ്രമകരമായ ഒരു ദൗത്യം ഫയർഫോഴ്സിന് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം അഗ്നിരക്ഷാ ശമന സേനയുടെ 25-ലേറെ യൂണിറ്റുകൾ എത്തിയിട്ടും പാന്തർ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇറക്കിയിട്ടും പൂർണ്ണമായി തീ അണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ 5-ാം മണിക്കൂറിലേക്കും ദൗത്യ രക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്നത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതും അതേസമയം ഗൗരവമായ ആലോചനകൾ ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കാരണം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇതിപ്പോൾ നമുക്ക് ഏറ്റവും ഭാഗ്യം കൊണ്ടെന്ന് പറയാം, ആളപായം ഉണ്ടായിട്ടില്ല എന്നത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കനത്ത നാശനഷ്ടം ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കെട്ടിട സമുച്ചയം, ഒരു വ്യാപാര സമുച്ചയം ഒന്നാകെ കത്തി നശിച്ചു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത്രത്തോളം തീവ്രമായ രീതിയിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നു. തീ അണയ്ക്കുന്ന ഇടങ്ങളിൽ വീണ്ടും വീണ്ടും തീ പടരുന്നതാണ് അഗ്നിശമന സേനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്നത്. അവർ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. വളരെ സാഹസികമായി ഫയർമാൻമാർ അതിനകത്തേക്ക് കടന്ന് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു. വലിയ യൂണിറ്റുകൾ എത്തി ശ്രമം തുടർന്നുകൊണ്ടേ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 24-ന്റെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും ആ കെട്ടിട സമുച്ചയത്തിനകത്ത് തീ കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏത് നിമിഷവും അത് വീണ്ടും ആളിപ്പടരാം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്താണ് അഗ്നിരക്ഷാ ശമന സേനയുടെ ഇനിയുള്ള പദ്ധതി, ഇനിയുള്ള പ്ലാൻ എന്താണ് എന്നത് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട് ദീപക് ധർമ്മടം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഫയർഫോഴ്സ് ആണ് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അവരുടെ ഐഡിയ അനുസരിച്ചും അവരുടെ പദ്ധതി അനുസരിച്ചുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അധികം വൈകാതെ തീ അണയ്ക്കാൻ കഴിയും എന്നായിരുന്നു. അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും വലിയ വെല്ലുവിളിയായി ഈ കെട്ടിട സമുച്ചയത്തിലെത്തി അണയാതെ തന്നെ അത് കിടക്കുന്നുണ്ട്. കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നിയന്ത്രിക്കാൻ ഒരുപക്ഷെ
ഈ അഗ്നിരക്ഷാ സമര സേനാനികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ആശ്വാസമായി പറയാം. പക്ഷേ തീ അണയ്ക്കാൻ ഈ 5-ാം മണിക്കൂറിലും കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നേരത്തെ ടി സിദ്ദിഖ് MLA പറഞ്ഞതുപോലെ തന്നെ ഈ കെട്ടിട നിർമ്മാണത്തിലെ പാകപ്പിഴകൾ, ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലെ വീഴ്ചകളൊക്കെ തന്നെ ഈ സംഭവം തീ അണയ്ക്കാൻ കഴിഞ്ഞാൽ അതിനുശേഷം പരിശോധിക്കപ്പെടേണ്ടതാണ്. സ്വാഭാവികമായും ഈ കാര്യങ്ങളിൽ ഭരണകൂടത്തിന് മറുപടി നൽകേണ്ടി വരും. വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള പരാതികളുണ്ട്, അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതും പരിഹരിക്കേണ്ടി വരും. ഏതായാലും കോഴിക്കോട്ട് ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള, ഏറ്റവും അധികം ആളുകൾ തടിച്ചുകൂടുന്ന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു കെട്ടിട സമുച്ചയത്തിന് തീ പിടിച്ച 5-ാം മണിക്കൂറിലും അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഗുരുതരമായ ഒരു വിഷയമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന